വണക്കം വന്ദനം നമസ്കാരം ഗുഡ് മോർണിംഗ് ടു യു ആൾ സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുശി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 17-ാം തീയതി ഡിസംബർ മാസം 2025 രാവിലെ 8:18 ആയിട്ടുണ്ട്. നമുക്ക് ഇത് ചാർട്ട് നല്ലൊരു ഇൻഫർമേഷൻ ആണ് തരുന്നത്. ചാർട്ട് നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ മൂവ് ആകുന്നത് കണ്ട് ഇമോഷനായി ഇന്നലെ എത്ര പേര് ഓവർ ട്രേഡ് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 2 ട്രേഡ് എടുത്തു. CE തന്നെയാണ്. രാവിലത്തെ CEയിൽ ഒരു 15 പോയിന്റിന്റെ എൻട്രി കയറി, അത് SL ഹിറ്റായി. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ലെവലിൽ വീണ്ടും ഇന്നലെ കൊടുത്തിരുന്ന ആ ടെലഗ്രാം ചാനലിൽ പോയിന്റ് ഓഫ് കൺട്രോളും പിന്നെ അതിന്റെ ലെവലും സ്ക്രീൻഷോട്ട് കൊടുത്തിരുന്നു. അത് ബേസ് ചെയ്ത് ഇവിടെ 2 പ്രാവശ്യം സപ്പോർട്ട് എടുത്തപ്പോൾ ഇവിടെ കയറി ആ ലോസും റിക്കവർ ചെയ്ത് പ്രോഫിറ്റിൽ ഇന്നലെ ക്ലോസ് ചെയ്തു. CEയിലായിരുന്നു ഇന്നലെ. മാക്സിമം എല്ലാവരും PE തന്നെയാണ് നോക്കിയത്. കാര്യത്തിൽ ഈ ആദ്യത്തെ റെഡ് ക്യാൻഡിൽ കണ്ടതിന് ശേഷം പിന്നെ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തതിനു ശേഷം നിറച്ച ആൾക്കാർ PE തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, എനിഹോ ഇത് ഇതിനകത്തുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഈ റേഞ്ച് കണ്ടോ, ഈ റേഞ്ചിന് അത് തിരിച്ചു വന്നു. അതായത് ഡിസംബർ 9, 10, 11 എന്ന് പറയുന്ന ഒരു 3 ദിവസത്തെ റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പുറത്തു പോയത്. ഇതിന്റെ പുറത്തു പോയാൽ മുകളിലോട്ടല്ലേ പോകേണ്ടത്, പക്ഷെ മുകളിലോട്ട് പോയില്ല, വീണ്ടും ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. സോ നോർമലായിട്ട് ഇങ്ങനത്തെ റേഞ്ചൊക്കെ വരുമ്പോൾ വീണ്ടും അതിന്റെ ലോ ടെസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് മാർക്കറ്റ് പ്രൊഫൈലും ബാക്കിയുള്ള ലോജിക് ഒക്കെ പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മളുടെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 രൂപയാണ് ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയാൻ കാരണം നിറച്ച ആൾക്കാർ അതിന് സംശയമുണ്ട്. എൻ്റെ അപേക്ഷ, അതായത് എൻ്റെ റിക്വസ്റ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 130 വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ബാക്കിലോട്ട് പോകാതെ, അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഇത് ഏതൊക്കെ സ്ട്രൈക്കിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം നോക്കും. അതാണ് ബേസിക്. നമ്മളൊരു 130 രൂപ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ, നമ്മൾ പറയുന്നത് നിഫ്റ്റിയുടെ പോയിന്റ് ഓഫ് കൺട്രോൾ ആണ്. അപ്പം അത് ഓപ്പൺ ആയതിനു ശേഷം അത് ATM അറ്റ് ദ മണിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു 50 പോയിന്റ് മുകളിലോട്ട് ഔട്ട് ഓഫ് ദ മണി എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു 50 പോയിന്റ് താഴോട്ട് ഇൻ ദ മണി എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 3 സ്ട്രൈക്കിലും എവിടെയാണ് ഈ 130 രൂപ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, ഫോർ എക്സാമ്പിൾ ഇത് ഓപ്പൺ ആയത്, ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. സ്പോട്ട് ബേസ് ചെയ്ത് വേണം നമുക്ക് അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ എവിടെയാണ് ഇത് ഓപ്പൺ ആയത്? 25,980. അപ്പോൾ അറ്റ് ദ മണി എങ്ങനെ വരും? 26,000 ആണ് അറ്റ് ദ മണി ഇവിടെ വരിക. അവിടെ നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത് അത് നോക്കുക. അതേപോലെ ഔട്ട് ഓഫ് ദ മണി 26,050. അതിന്റെ PEയുടെയും CEയുടെയും ചാർട്ട് എടുത്ത് വെച്ച് അനലൈസ് ചെയ്യുക. ഇൻ ദ മണി 25,950. അവിടെ എങ്ങനെയാണ് വർക്കായത്? CEന്റെയും PEയുടെയും ചാർട്ട് എടുത്ത് വെച്ച് നിങ്ങൾ നോക്കുക. ഈ പറയുന്ന 130 രൂപ അത് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ ബാക്കിൽ പോകാതെ ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ അറ്റ് ദ മണിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ ദിവസങ്ങളിലൊക്കെ ഔട്ട് ഓഫ് ദ മണിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഈ ദിവസങ്ങളിലൊക്കെ ഇൻ ദ മണിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അത് ആദ്യം ലേൺ ചെയ്യുക, അനലൈസ് ചെയ്യുക. അത് ബേസ് ചെയ്ത് ട്രേഡുകൾ എടുക്കുക. പിന്നെ നിങ്ങളുടെ ഇൻഡിക്കേറ്ററോ നിങ്ങളുടെ സ്റ്റഡിയോ നിങ്ങളുടെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ വീണ്ടും പറയുന്നത്. എല്ലാവരും ഈ പോയിന്റ് ഓഫ് കൺട്രോൾ നോക്കാനായിട്ടാണ് ബാക്കിൽ നിൽക്കുന്നത്. അത് വളരെ വർഷത്തിന്റെ പ്രയത്നത്തിന്റെ ഒരു റിസൾട്ടാണ്. അത് എന്താ പറയുക, എല്ലാവർക്കും പഠിക്കണം. ഫ്രീ ആയിട്ട് പറഞ്ഞു തരാൻ താല്പര്യമാണ്, പക്ഷെ അത് ഫ്രീ ആയിട്ട് പറഞ്ഞു തന്നാൽ അത്രയ്ക്കും വാല്യൂ കാണില്ല. അതേസമയം എനിക്ക് ഇത് വെച്ച് വേണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം, അത് വിൽക്കാം, അത് ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് കൊണ്ടുവരാം. ഡെയിലി വീഡിയോ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു എന്താ പ്രൊഫഷണൽ സ്റ്റൈലിൽ ചെയ്യാം. അതിനും എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം എല്ലാവരും സ്വന്തമായിട്ട് പഠിക്കുക, സ്വന്തമായിട്ട് ലേൺ ചെയ്ത് അവരുടെ ന്യൂആൻസസ്, അവർ പഠിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇന്ന് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, സിഗ്നേച്ചർ എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അതിൽ നമ്മുടെ ഒരു വലിയൊരു പ്രോ ട്രേഡർ വലിയൊരു അദ്ദേഹമുണ്ട്, ബിജോയ് എന്ന് പറഞ്ഞ സാറ്. അപ്പോൾ സാർ ഇന്നലെ പറയുകയാണ് താഴോട്ട് പോകുന്നു. അത് ഓക്കെയാണ്, ഞാൻ എഗ്രി ചെയ്തു. പക്ഷെ എൻ്റെ വ്യൂ എങ്ങനെയായിരുന്നു? CEയിലായിരുന്നു. എൻ്റെ വ്യൂ ഞാൻ വിശ്വസിച്ചു. ഞാൻ 2 പ്രാവശ്യം CEയിൽ കയറി. ഒരു പ്രാവശ്യം CE SL ഹിറ്റായെങ്കിലും രണ്ടാമത്തെ CEയിൽ ഞാൻ പ്രോഫിറ്റിൽ തന്നെയാണ് ഇറങ്ങിയത്.
ഞാൻ എന്താ പറയാൻ കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനും, അതായത് ഒരു എന്താ പറയുക, ഒരു എംപ്ലോയ്മെന്റിൽ നിൽക്കുന്ന ഒരാളിന് പാസീവ് ഇൻകം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ബൈയിലാണെങ്കിൽ ഒരു 50,000 രൂപ അടുപ്പിച്ചുള്ള ഒരു ക്യാപിറ്റൽ മതി. ആ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ഒരു 10% ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുമോ? നല്ലതാണ്. അത് കഴിഞ്ഞ് മിണ്ടാണ്ടിരിക്കുക. അതിന് നിങ്ങൾ പഠിക്കുക, അങ്ങനെ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. സോ വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.